നമസ്കാരം. എന്താണ് വൈറസിൻ്റെ നിറം? ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ കൊറോണ വൈറസിനെ കുറിച്ച് നിരന്തരം കേട്ടും കണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വൈറസിൻ്റെ ചിത്രം കാണാൻ വേണ്ടി നമ്മൾ ഗൂഗിളിൽ ഒരു സെർച്ച് നടത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക കുറേയേറെ വർണ്ണാഭമായ ചിത്രങ്ങളാണ്. പലയിടത്തും വൈറസിന് പല നിറത്തിലാണ് അവിടെ കാണപ്പെടുന്നത്. അപ്പോഴാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്, എന്താണ് വൈറസിൻ്റെ നിറം? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ 3 വെവ്വേറെ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കറിയേണ്ടതുണ്ട്. അതിലൊന്ന്, നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് എങ്ങനെ? 2, നമ്മൾ കാണുന്ന വസ്തുവിൻ്റെ നിറം തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെ? 3, നമുക്ക് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, നമുക്കെങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത് എന്നതാണ്. വളരെ ലളിതമായ ഉത്തരമാണ്. നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശം, അതൊന്നുകിൽ ആ വസ്തു പുറപ്പെടുവിക്കുന്ന പ്രകാശമാകാം, അല്ലെങ്കിൽ ആ വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശമാകാം. ഈ പ്രകാശം നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് പറയുന്ന ചെറിയ ദ്വാരത്തിനുള്ളിലൂടെ അകത്തേക്ക് കടന്ന് അതിൻ്റെ ലെൻസിനാൽ ഫോക്കസ് ചെയ്യപ്പെട്ട് കണ്ണിൻ്റെ പിൻഭാഗത്തുള്ള റെറ്റിന എന്ന് പറയുന്ന സ്ക്രീനിലേക്ക് പതിക്കുമ്പോൾ റെറ്റിനയിലുള്ള പ്രകാശ സംവേദന ശേഷിയുള്ള കോശങ്ങൾ അതിനെ ഒരു നാഡീ സിഗ്നലാക്കി മാറ്റുകയും ആ സിഗ്നൽ തലച്ചോറിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് കാഴ്ച എന്ന് പറയുന്ന അനുഭവം സാധ്യമാകുന്നത്. ഇത് വളരെ ലളിതമായ കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ കാണുന്ന വസ്തുവിൻ്റെ നിറങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെയെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ണിൽ വീഴുന്ന ആ പ്രകാശം എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ പ്രകാശത്തിന് പല സ്വഭാവ സവിശേഷതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് അതിൻ്റെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വേർതിരിച്ചാൻ കഴിയില്ലെങ്കിലും പ്രകാശത്തിൽ പല തരംഗദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളാണുള്ളത്. ഉദാഹരണത്തിന് സൂര്യപ്രകാശം പരിഗണിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് എന്നിങ്ങനെ പല തരത്തിലുള്ള തരംഗദൈർഘ്യങ്ങളുള്ള പലതരം തരംഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ കണ്ണിൽ വീഴുന്ന നമ്മുടെ കണ്ണിലെ കോശങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ ശേഷിയുള്ള തരംഗദൈർഘ്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ഏതാണ്ട് 350 മുതൽ 750 വരെ നാനോമീറ്റർ. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിൻ്റെ ഏതാണ്ട് 1 കോടിയിലൊരു അംശം മാത്രമേ ഉള്ളൂ. അത്രയും തരംഗദൈർഘ്യമുള്ള തരംഗങ്ങൾക്ക് മാത്രമേ നമ്മുടെ കണ്ണിനെ ഉദ്ദീപിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ തരംഗദൈർഘ്യങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ കണ്ണിൽ വീഴുന്ന പ്രകാശത്തിലുള്ളത് എന്നതനുസരിച്ച് അതിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംയോജിത ഫലമായിട്ടാണ് നമ്മുടെ കണ്ണിൽ നിന്ന സിഗ്നലിനെ തലച്ചോറ് നിറമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. മറ്റൊരു രീതി പറഞ്ഞാൽ ആ കണ്ണിൽ വീഴുന്ന പ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന തരംഗദൈർഘ്യങ്ങളാണ് നമ്മൾ കാണുന്ന കാഴ്ചയിലെ നിറങ്ങൾ ഏതൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വന്നാൽ, നമ്മുടെ കാഴ്ചയുടെ പരിമിതി. നമുക്കറിയാം, ഒരു പരിധിയിലപ്പുറം വലിപ്പം കുറഞ്ഞ വസ്തുക്കളെ നമുക്ക് നമ്മുടെ വെറും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ഇതിന് 2 പരിമിതികളാണുള്ളത്. ഒന്നാമത്തെ പരിമിതി നമുക്കൊരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മറികടക്കാൻ സാധിക്കും. അത് വേറൊന്നുമല്ല, നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന വസ്തു എത്രത്തോളം പ്രകാശത്തെ പ്രതിഫലിപ്പിക്കും എന്നുള്ളതാണ്. അത് തന്നെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് വളരെ അവഗണിക്കാവുന്നത്ര ചെറിയ അളവിലാണ് ഒരു വസ്തു പ്രകാശം പ്രതിഫലിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ കണ്ണിൽ ഉദ്ദീപനം ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ആ വസ്തുവിനെ കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് കണ്ണിൽ വീഴുന്ന പ്രകാശത്തിൻ്റെ അളവ് കുറയുന്നത്? നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് പറയുന്നത് പരമാവധി 5 മില്ലിമീറ്റർ വലിപ്പം മാത്രമുള്ള ഒരു ചെറിയ വൃത്താകൃതിയുള്ള ഒരു ദ്വാരമാണ്. നമ്മൾ കാണുന്ന ഏതൊരു വസ്തുവും അതിൻ്റെ ഓരോ ബിന്ദുവും എല്ലാ ദിശയിലേക്കും പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും പ്രതിഫലിക്കപ്പെടുന്ന ഈ പ്രകാശത്തിൻ്റെ നമ്മുടെ കൃഷ്ണമണിയിലൂടെ അകത്തേക്ക് കടക്കാൻ കഴിയുന്ന പ്രകാശത്തിന് മാത്രമേ കാഴ്ച രൂപീകരിക്കാൻ സാധിക്കൂ. ഈ പ്രകാശത്തിൻ്റെ അളവ് എങ്ങനെ കൂട്ടാം? അതിനാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. മൈക്രോസ്കോപ്പ് കൃഷ്ണമണിക്ക് പകരം കുറച്ചുകൂടി വലിയൊരു ലെൻസോ മറ്റോ ഉപയോഗിച്ച് കൂടുതൽ ഭാഗത്തേക്ക് പോകുന്ന പ്രകാശത്തെ കളക്ട് ചെയ്ത് അതിനെ കണ്ണിനുള്ളിലേക്ക് ഫോക്കസ് ചെയ്യുക വഴിയാണ് സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയാത്തത്രയും ചെറിയ വസ്തുക്കളെ കൂടി കാഴ്ചയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ പരിമിതി, നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയാത്ത പരിമിതി, അതിനെ നമ്മൾ വിളിക്കുന്നത് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്നാണ്. പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവമാണ് അവിടുത്തെ പ്രശ്നം. നമുക്കറിയാം, തരംഗങ്ങൾക്ക് അവയുടെ തടസ്സങ്ങളെ ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കാനുള്ളൊരു പ്രവണതയുണ്ട്. നമ്മളൊരു ജലോപരിതലത്തിൽ ഒരു ഓളം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു വിരൽ കൊണ്ടൊരു തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ നീങ്ങി വരുന്ന ഓളം നമ്മുടെ വിരലിനെ കവച്ച് വെച്ച് അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. തരംഗദൈർഘ്യവും അതിന് മുമ്പിൽ വരുന്ന തടസ്സവും ഏതാണ്ട് സമാന വലിപ്പമുള്ളതാകുമ്പോഴാണ് അതിനങ്ങനെ വളഞ്ഞു പോകാൻ സാധിക്കുന്നത്. പക്ഷേ പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം പലപ്പോഴും ഏതാനും നാനോമീറ്റർ അളവിലാണ് വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന മിക്ക വസ്തുക്കളുടെയും വലിപ്പം അതിനെ അപേക്ഷിച്ച് വളരെ വലുതാണ്. അതുകൊണ്ട് പ്രകാശത്തിന് ഒരിക്കലും സാധാരണ വസ്തുക്കളെ തട്ടി വളഞ്ഞ് സഞ്ചരിക്കാൻ സാധിക്കില്ല. എന്നാൽ ശബ്ദത്തിൻ്റെ തരംഗദൈർഘ്യം മീറ്ററുകളിലായതുകൊണ്ട് തന്നെ വലിയ മതിലിനെയൊക്കെ ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കാൻ അതിന് സാധിക്കും. അതുകൊണ്ടാണ് ഒരു മതിലിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുമ്പോഴും അയാളെ കാണാൻ നമുക്ക് സാധിക്കാത്തത്. പ്രകാശത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തടസ്സമായതുകൊണ്ട് അതിന് ചുറ്റി വളഞ്ഞാൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. എന്നാൽ ശബ്ദത്തിന് അത് സാധിക്കും. ഇനി പ്രകാശത്തിന് ഏതാനും നാനോമീറ്ററുകളാണ് തരംഗദൈർഘ്യം നമ്മൾ പറഞ്ഞു.
അപ്പോൾ പ്രകാശത്തിന് മുമ്പിൽ വരുന്ന ഈ വസ്തുക്കൾക്കും നാനോമീറ്ററിന് അടുപ്പിച്ച് വലിപ്പമാണുള്ളത് എന്നുണ്ടെങ്കിലോ സ്വാഭാവികമായിട്ടും പ്രകാശം അതിനെ ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കും. നമ്മുടെ വൈറസുകൾ പോലുള്ള വസ്തുക്കൾക്ക് സംഭവിക്കുന്നത് അതാണ്. അവയുടെ വലിപ്പം ഏതാനും നാനോമീറ്റർ റേഞ്ചിലായതുകൊണ്ട് തന്നെ പ്രകാശത്തിന് അവയെ ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കാനുള്ള പ്രവണതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവ ഈ പ്രകാശത്താൽ മറയ്ക്കപ്പെടും. അതിന് കണ്ണിലേക്ക് ഒരു പ്രതിബിംബം അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി ഈ പരിമിതി എങ്ങനെ മറികടക്കാം? ഈ പരിമിതിയെ സാധാരണഗതിയിലുള്ള ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് പരിഹരിക്കാൻ സാധിക്കില്ല. കാരണം മൈക്രോസ്കോപ്പ് തരംഗദൈർഘ്യവുമായി ബന്ധപ്പെട്ട ഒരു മാറ്റവും വരുത്താൻ പോകുന്നതല്ല. അതിന് കൂടുതൽ പ്രകാശം ശേഖരിക്കാൻ മാത്രമേ സാധിക്കൂ. അവിടെയാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സങ്കേതത്തെ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നത്. എങ്ങനെയാണ് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പ്രകാശത്തിൻ്റെ ഈ പരിമിതിയെ മറികടക്കുന്നത്? കുറച്ച് സങ്കീർണമായ കാരണമാണ്. പ്രകാശത്തെ പോലെ തന്നെ ഇലക്ട്രോൺ എന്ന് പറയുന്ന കണികകൾക്കും തരംഗ സ്വഭാവമുണ്ട് എന്നതാണ് അവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പ്രകാശത്തെ എങ്ങനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിൻ്റെ ബീമുകളെയും ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ വിശദീകരണം ഒരല്പം ക്വാണ്ടം ഫിസിക്സ് കലർന്നതായതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. പ്രകാശത്തെ പോലെ തന്നെ ഇലക്ട്രോണുകളെയും തരംഗങ്ങളായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് മാത്രം നമ്മളിവിടെ മനസ്സിലാക്കുന്നു. ഈ തരംഗങ്ങളുടെ തരംഗദൈർഘ്യം എത്രയാണെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തെ അപേക്ഷിച്ച് ഇലക്ട്രോൺ ബീമുകളുടെ തരംഗദൈർഘ്യം വളരെ 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 ചെറുതായതുകൊണ്ട് തന്നെ അവയ്ക്ക് കുറച്ചുകൂടി കൂടുതൽ റെസല്യൂഷൻ സാധ്യമാകും. അതായത് വൈറസുകൾ പോലുള്ള വസ്തുക്കളെ തട്ടി വളഞ്ഞ് സഞ്ചരിക്കാൻ ഇലക്ട്രോൺ തരംഗങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വൈറസുകളെ കൂടി റിസോൾവ് ചെയ്യുന്ന രീതിയിൽ ഫോക്കസിങ് സാധ്യമാക്കാൻ നമുക്ക് ഇലക്ട്രോൺ ബീമുകളിൽ കഴിയും. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ ബീമുകൾ ഉപയോഗിച്ച് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ തീരെ ചെറിയ വസ്തുക്കളുടെ ചിത്രമെടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഒരു ചെറിയ വസ്തുവിൽ നിന്നും ഇലക്ട്രോൺ ബീമുകളെ പ്രതിഫലിപ്പിച്ച് വരുന്നു. അത് പ്രതിഫലനം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. തൽക്കാലം നമ്മൾ അതിനെ ലളിതമായി പ്രതിഫലനം എന്ന് മനസ്സിലാക്കിയാൽ ഒരു വസ്തുവിൻ്റെ ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ അളവിൽ ഇലക്ട്രോൺ ബീമുകൾ പ്രതിഫലിച്ച് വരുന്നു എന്ന് മാത്രമേ നമുക്ക് അത് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാൻ സാധിക്കൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ ബീമുകളുടെ തീവ്രത എന്ന ഒരൊറ്റ അളവാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. സാധാരണ പ്രകാശത്തിലെ പോലെ ഏതൊക്കെ തരംഗദൈർഘ്യങ്ങൾ എവിടെ നിന്നൊക്കെ ഉണ്ടാകുന്നു എന്നൊരു വിവരം അവിടെ ലഭ്യമല്ല. അതിൻ്റെ ഫലം എന്താണ്? നിങ്ങൾക്കൊരിക്കലും ഒരു കളർ ചിത്രം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗൂഗിൾ ഇമേജുകളിൽ കണ്ട ആ വർണ്ണമോ അതിനെ നമ്മൾ വിളിക്കുന്നത് സ്യൂഡോ കളറിംഗ് എന്നാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കിട്ടുന്ന മോണോക്രോമാറ്റിക് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് നമുക്ക് നാടൻ ഭാഷയിൽ വിളിക്കാവുന്ന ചിത്രത്തിലേക്ക് കാഴ്ചയുടെ ഭംഗിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിലെ ചെറിയ വിശദാംശങ്ങൾ പോലും വേർതിരിച്ചറിയുന്നതിന് എളുപ്പത്തിനോ വേണ്ടിയിട്ട് കൃത്രിമമായി നിറം ആഡ് ചെയ്യപ്പെടുമ്പോൾ, നിറം കൂട്ടിച്ചേർക്കപ്പെടുമ്പോഴാണ് ഒരു സ്യൂഡോ കളർ ഇമേജ് നമുക്ക് കിട്ടുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കിട്ടുന്ന എല്ലാ ചിത്രങ്ങളും സ്യൂഡോ കളർ ഇമേജുകളാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചു വന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വൈറസുകളുടെ നിറം എന്താണ് എന്ന് നമുക്കറിയാൻ തൽക്കാലം യാതൊരു മാർഗവുമില്ല. നമ്മൾ കാണുന്ന എല്ലാ വൈറസ് ചിത്രങ്ങളും കൃത്രിമമായി കളർ നൽകപ്പെട്ടതാണ്.